സുരേഷ് ഗോപി രാജിവെക്കുന്നു. റിപ്പോർട്ടർ ചാനൽ ഉൾപ്പെടുന്ന വാർത്താ മാധ്യമങ്ങൾ പങ്കുവച്ചൊരു വാർത്തയാണ്. അതിനെതിരെ സുരേഷ് ഗോപി ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ ട്വീറ്റ് ചെയ്തിരിക്കുകയാണ്. സുരേഷ് ഗോപി രാജിസന്നദ്ധ അറിയിച്ചു. നിങ്ങൾ അറിഞ്ഞിരുന്നോ? ഞാൻ മാത്രം അറിഞ്ഞില്ല കേട്ടോ. അണ്ണാമല രാജിവെച്ചതിന് പിന്നാലെ സുരേഷ് ഗോപിയും രാജിവെക്കുന്ന ഇവിടുത്തെ വാർത്താ മാധ്യമങ്ങൾ അങ്ങ് ഉറപ്പിച്ചിരിക്കുകയാണ്. അല്ല, അത് വാസ്തവത്തിൽ അവർക്ക് സുരേഷ് ഗോപി രാജിവെച്ചു എന്ന് വിചാരിച്ചിട്ടുണ്ടാവില്ല. ഇതിപ്പോൾ നമ്മുടെ ഇവിടെ ഇനിയിപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ജോർജ് കുര്യൻ രാജിവെച്ചു എന്ന് വരാം. അങ്ങനെ വരാൻ സാധ്യതയുണ്ട്. കാര്യം ഇപ്പം ഈ വാർത്ത വന്ന് മറ്റേ നമ്മുടെ മരമുറി ചാനലിനകത്താണ് വന്നേ. മരമുറി ചാനലിനകത്ത് വസ്തുതയും സത്യാവും നിർബന്ധമില്ല. ഇതൊക്കെ CPMൻ്റെ പേടി ന്യൂസുകളാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേരള സർക്കാർ പിണറായി വിജയൻ ഭരിക്കുന്ന കാലത്ത് അതിന് പേടി ന്യൂസ് കൊടുക്കുന്ന ആളല്ല മരമുറി ചാനൽ. അതിനപ്പുറത്ത് ആ വാർത്തകൾക്കൊന്നും വസ്തുത ഉണ്ടാവണം നിർബന്ധമില്ല. ഇപ്പം ഇതിന് ഈ വാർത്ത കൊടുത്തല്ലോ, സുരേഷ് ഗോപി രാജിവെച്ചു. സുരേഷ് ഗോപി എവിടെ നിന്ന് രാജിവെച്ചത്? അദ്ദേഹം കേന്ദ്രമന്ത്രി സ്ഥാനം രാജിവെച്ചു, അല്ലെങ്കിൽ എന്തിന് രാജിവെച്ചു? ഇവരിപ്പോൾ ഈ പറയുന്നത് കേട്ടോടൊന്നും നമുക്ക് അണ്ണാമലയുടെ രാജിയെക്കുറിച്ച് പോലും സംശയമുണ്ട്. കാരണം ഈ വാർത്തയൊക്കെ വരുന്ന ഒന്ന് മരമുറി ചാനലിലാണ് വന്നേ. മരമുറി ചാനലിലും മറ്റേ പഴയ എന്താ പറയുക ബാങ്ക് തട്ടിപ്പ് കേസിലൊക്കെ പ്രതികരിക്കുന്ന ചാനലുകളിലൊക്കെയാണ് ഈ വാർത്ത വരുന്നത്. ഈ വാർത്തകൾ ഇത്തരം പത്രങ്ങൾ ഇത്തരം ചാനലുകൾ കൊടുക്കാൻ കാരണം അവർ രാഷ്ട്രീയപരമായിരിക്കും താല്പര്യങ്ങളാണ്. ഇപ്പം പറയാമല്ലോ, എന്താണ് പാറ്റ ക്രോക്രോച്ച് ജനതാ പാർട്ടി അല്ലേ, ഈ തരം ചില പ്രസ്ഥാനങ്ങളുടെയൊക്കെ ഇതിനകത്ത് ഫണ്ട് ചെയ്യുന്ന ചില ആളുകളുണ്ട്. ഈ ഫണ്ട് ചെയ്യുന്ന ആളുകളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കലാണ് ഇവരുടെയൊക്കെ ഉദ്ദേശം. അത് ഈ പറയുന്ന മരമുറി ചാനലിലേക്ക് അത് തന്നെയാണത്. നമ്മളൊന്ന് ആലോചിച്ചു, മരമുറി ചാനലിൽ ആരാ വട്ടത്തിൽ നിന്ന് സംസാരിക്കുന്നത്? എഡിറ്ററുടെ രീതിയിൽ സംസാരിക്കുന്ന മരമുറിച്ചുകൊണ്ടുപോയനാ എഡിറ്റർക്ക് വേണ്ടി സംസാരിക്കുന്നത്. ഈ തരം ചാനലിരുന്ന് സംസാരിക്കുന്ന ആളുകൾക്കൊന്നും യഥാർത്ഥമായിട്ട് ജേർണലിസത്തിൻ്റെ ABCD അറിഞ്ഞുകൂടാ. അവിടെ കൃത്യമായിട്ട് ഓരോരുത്തർക്കും ഒരു രാഷ്ട്രീയമുണ്ട്. ഒരാൾ ഒരു മൊട്ട കോൺഗ്രസ് മറ്റേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആളാണ്, വേറെ സഹോദരി കോൺഗ്രസിൻ്റെ ആളാണ്, വേറെ സഹോദരി മറ്റേ പ്രസ്ഥാനത്തിൻ്റെ ആളാണ്. ഇങ്ങനെ ചില സഹോദരങ്ങളെ വച്ചുകൊണ്ട് നടത്തുന്ന ചാനൽ ചർച്ചകൾ വസ്തുതകൾക്ക് നിരക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. അത് ഓരോരുത്തരെയും താൽക്കാലികമായിട്ട് റേറ്റിംഗ് കൂട്ടാൻ വേണ്ടി നടത്തുന്ന നിലവാരം കുറഞ്ഞ ചർച്ചകൾ. ഇപ്പം കേരളത്തിൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്, കേരളത്തിൽ എന്തുകൊണ്ടാണ് ആളുകൾ വാർത്താ ചാനലുകൾ കാണാത്തത്? ഒരു സമയത്ത് സന്ധ്യ കഴിഞ്ഞല്ലേ എല്ലാ വീട്ടിലും വാർത്താ ചാനലുകളായിരുന്നു. സീരിയൽ കഴിഞ്ഞപ്പോൾ വാർത്താ ചാനലായി. ഒരു സമയത്ത് സീരിയലായിരുന്നു ആദ്യം കൂടുതൽ. പിന്നെ സീരിയലുകൾ മാറിയിട്ട് ആളുകൾക്ക് വാർത്താ ചാനലിൽ വയ്ക്കാൻ തുടങ്ങി. ഇപ്പോൾ വാർത്താ ചാനലുകൾ മുഴുവൻ നിർത്താൻ കാരണം ഈ വാർത്താ ചാനലുകളിൽ കൊടുക്കുന്ന വാർത്തകൾ ഏറെയും നുണകളാണ്. അത് സത്യവിരുദ്ധമാണ്, വസ്തുതാവിരുദ്ധമാണ്. അങ്ങനെയുള്ള ഏറ്റവും വലിയ എക്സാമ്പിളാണ് ഇപ്പം ഇത്. സുരേഷ് ഗോപി രാജിച്ചു എന്ന് പറഞ്ഞൊരു വാർത്ത കൊടുക്കുക. ഇദ്ദേഹത്തിന് ഞാൻ മറ്റൊരു പോസ്റ്റ് കണ്ടിരുന്നു, ഇതുപോലെ തന്നെ വാർത്താ മാധ്യമങ്ങൾ കൊടുത്ത അവരുടെ പോസ്റ്റാണ്. സുരേഷ് ഗോപിക്ക് സിനിമയിൽ അഭിനയിക്കാൻ സമയം കിട്ടുന്നില്ല, അതുകൊണ്ട് രാജ്യസഭാ സ്ഥാനം രാജി ആവശ്യപ്പെടുന്നു. അതിനെതിരെയൊക്കെയാണ് അദ്ദേഹം ഇപ്പോൾ ട്വീറ്റ് ചെയ്തിരിക്കുന്നത്. രാജിസന്നദ്ധ അറിയിച്ചു. നിങ്ങൾ അറിഞ്ഞിരുന്നോ? ഞാൻ മാത്രം അറിഞ്ഞില്ല. ഈ സിനിമയിൽ അഭിനയിക്കാൻ സമയമില്ല, അല്ലെങ്കിൽ രാജി വേണമെന്ന് ആവശ്യപ്പെട്ടു എന്ന് വാർത്താ മാധ്യമങ്ങൾ പറഞ്ഞ സുരേഷ് ഗോപി ഈ രാജ്യസന്നദ്ധയെ പറ്റി അറിഞ്ഞിട്ടില്ല. അല്ല, ഈ കേന്ദ്ര സർക്കാരിനെ അസ്ഥിരപ്പെടുത്തുക എന്നുള്ളത് കൃത്യമായിട്ട് ജോർജ് സോറോസിന്റെ താല്പര്യമാണ്, അല്ലെങ്കിൽ ചില വൈദേശിക ശക്തികളുടെ താല്പര്യമാണ്, ബിൻ ലാദന്റെ ഗ്രൂപ്പുകാരുടെ താല്പര്യമാണ്, അല്ലെങ്കിൽ മറ്റേ തീവ്രവാദ പ്രസ്ഥാനങ്ങളുടെ താല്പര്യമാണ്. ആ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ചാനലുകൾ കേരളത്തിലുണ്ട്, മലയാളത്തിലുണ്ട്. അവരൊക്കെ അവിടെ നിന്ന് ഫണ്ടിങ് ഉള്ളവരാണ്. ഇപ്പം നമ്മുടെ കേരളത്തിലെ മാധ്യമ സിൻഡിക്കേറ്റ് എന്നൊക്കെ ഉണ്ട്, പിണറായി വിജയൻ വിളിച്ച് ഇന്ന ആളുകളുണ്ട്. അവർക്കൊരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. ഈ പറയുന്ന വാട്സപ്പ് ഗ്രൂപ്പിലുള്ള പ്രധാനപ്പെട്ട പല റിപ്പോർട്ടേഴ്സും ഇത്തരത്തിൽ ഫണ്ടിങ് മേടിക്കുന്നവരാണ്. ഇവർക്കെല്ലാം വരുമാനം ഇത്തരത്തിലാണ്. അങ്ങനെയുള്ള ആളുകൾ കാപട്യം നുണ പറഞ്ഞു വരുത്തും. പഴയകാലത്ത് മോഹൻ ഭാഗവതിൻ്റെ പ്രസംഗം വളച്ചൊടിച്ച് അതിൻ്റെ പരിഭാഷ പോലും തെറ്റായിട്ട് കൊടുത്തിരുന്നു. നരേന്ദ്രമോദി 15 ലക്ഷം രൂപ കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് കേരളത്തിലെ മാധ്യമങ്ങളാണല്ലോ കൂടുതൽ പ്രചാരണം കൊടുത്തത്. അദ്ദേഹം പറഞ്ഞെങ്ങനെയാ? ആ പറഞ്ഞതിൻ്റെ വാർത്ത കൃത്യമായിട്ട് ആയിട്ട് ഹിന്ദി വാർത്ത അങ്ങനെയല്ലല്ലോ. അദ്ദേഹം പറഞ്ഞത് മൊത്തം വരുമാനത്തിൻ്റെ കിട്ടുന്ന എന്നത് ഷെയർ ചെയ്യുന്ന സമയത്ത് 15 ലക്ഷം ഒരാൾക്ക് വേണ്ടി കിട്ടാവുന്ന വരുമാനമുണ്ട് എന്ന് പറയുന്ന സമയത്ത് 15 ലക്ഷം രൂപ നരേന്ദ്രമോദി കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് വാർത്ത കൊടുക്കുന്ന ആളുകളാണ് ഇവിടുത്തെ ചില ചാനലുകാർ. കാരണം അവർക്ക് ഈ പറയുന്ന വസ്തുതകൾ അറിയേണ്ട ആവശ്യമില്ല. സെൻസേഷണൽ ന്യൂസാണ് അവർ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളുള്ളത്. ആ സെൻസേഷണൽ ന്യൂസിൽ വസ്തുതകൾ നിരക്കില്ല. ഇപ്പം ഞാൻ വേറൊന്ന് പറയാമല്ലോ, ഇപ്പോൾ CMRൻ്റെ കർത്താവിന് ഇവരെന്താ വിളിക്കുന്നത്? കരിമണൽ കർത്താവ് എന്ന് വിളിക്കും. ഈ പറയുന്ന മന്ദബുദ്ധികൾക്കറിയാമോ ഈ പറയുന്ന CMRൽ എവിടെ കരിമണലുള്ളത്? എവിടെ കരിമണലുള്ളത്? ഇൽമിനേറ്റല്ലേ എവിടെ ചെയ്യുന്നത്? കരിമണലാണോ? അപ്പം അതിന് കരിമണൽ എന്ന് വിളിച്ച് ഏത് തരത്തിലാണോ പ്രധാനപ്പെട്ട ചില മുതലാളിമാർ അവരുടേതായിരിക്കുന്ന അജണ്ടകൾ സൃഷ്ടിക്കുന്നത്, ആ അജണ്ടകൾ സൃഷ്ടിക്കുന്ന സമയത്ത് അവർ സൃഷ്ടിച്ചു വിടുന്ന ചില
ജൽപ്പനങ്ങൾ അത് വസ്തുതകളാണ്, സത്യമാണെന്ന് ധരിച്ചുകൊണ്ട് അതിന് പ്രാധാന്യം കൊടുക്കുന്നു എന്നുള്ളതാണ് ഈ ചാനലുകാരുടെ പ്രത്യേകത. അങ്ങനെയാണ് ഇവർ കൊടുക്കുക. അപ്പോഴാണ് ഈ പറയുന്ന മറ്റേ ഇവർ കൊടുക്കുന്നത്. അപ്പോൾ കരിമണൽ കർത്താവ് എന്നുള്ള പേര് കൊടുക്കുന്നത്. അങ്ങനെ കരിമണൽ കർത്താവിൻ്റെ ബന്ധുക്കളായിരിക്കുന്ന ആളുകളുടെയൊക്കെ പേരുകൾ ഇവരുന്ന് കൊടുക്കട്ടെ. പഴയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പഴയ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ പേരൊന്നും ഇവർ ധൈര്യം കൊടുക്കട്ടെ. എന്താ ഇവർ കൊടുക്കാത്തേ? ആ പേര് ഇവർ പറയുന്നില്ലല്ലോ. ഇപ്പം അദ്ദേഹം മണലൂരിൽ നിന്ന് ജയിച്ച് MLA ആയിട്ടുണ്ടല്ലോ. ഇവരെന്താ പറയാത്തേ? കാരണം ഇത് പറയാതിരിക്കാൻ കാരണം ഇവർക്ക് കൃത്യമായിട്ടുള്ള അജണ്ടകളുണ്ട്. ആ അജണ്ടകൾ ഒരിക്കലും രാഷ്ട്ര താല്പര്യങ്ങളെ സംരക്ഷിക്കുന്നതല്ല, ഇവരുടെ ചില താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. കേരളത്തിൽ നടക്കുന്ന ജനങ്ങളുടെ ഏറ്റവും അടിസ്ഥാനപരമായിരിക്കുന്ന വിഷയങ്ങളൊന്നും ഇവർക്ക് വിഷയമേ അല്ല. സാധനങ്ങളുടെ വില കൂടുന്ന വിഷയമല്ല. പെട്രോളിന് വില കൂടി, പറഞ്ഞു, സമ്മതിച്ചു, നല്ല കാര്യമാണ്. പക്ഷെ പാലിന് വില കൂട്ടിയാൽ ഇവരങ്ങനെ പറയുന്നില്ലല്ലോ. പാലിന് എത്ര ശതമാനം കൂടിയത്? 12% വില കൂട്ടിയല്ലോ പാലിന്. അത് ഇവരാരും പറയുന്നില്ലല്ലോ. 8% പെട്രോളിന് വില കൂട്ടിയത്. അത് ഇവർ വലിയ വായിൽ സംസാരിക്കുന്നുണ്ടല്ലോ. അതേപോലെ തന്നെ നമ്മുടെ ഹോട്ടലുകളിൽ, ചായക്കടകളിൽ ഒരു ചായക്ക് 50% പൈസ കൂട്ടിയത്. 10 രൂപയിൽ നിന്ന് 15 രൂപയായിട്ടാണല്ലോ വർദ്ധിച്ചത്. ഇത് നമ്മുടെ ചാനലുകാർ അറിയുന്നില്ലേ? ഞാൻ വേറെ എറണാകുളത്ത് തന്നെ പറയാറുണ്ട്. എറണാകുളത്ത് ഒരു പ്രത്യേകമായിട്ടുള്ള കോമ്പൗണ്ട് ഉണ്ട്. ഈ റിപ്പോർട്ടർ ചാനലിൻ്റെ റിപ്പോർട്ടർ വന്നിട്ട് കാണട്ടത്. ഒരു എറണാകുളത്ത് കത്രിക്കടവ് ബസ് സ്റ്റോപ്പിൽ ഒരു കെട്ടിടം, ഒരു കോമ്പൗണ്ട് ഉണ്ട്. ഒരേ കോമ്പൗണ്ട് 2 ബോർഡാണ്. ഒരു കോമ്പൗണ്ട് 2 ബോർഡ്. ഒന്ന് GCDA വക സ്ഥലം, GCDA കേരള ഗവൺമെന്റ് സ്ഥാപനമാണ്. മറ്റേ അതേ തന്നെ പള്ളി വക സ്ഥലം. ഒരേ കോമ്പൗണ്ടിന്റെ സ്ഥലമാണ്. ഒരേ കോമ്പൗണ്ടിൽ 2 ബോർഡുകൾ ഇരിക്കുക. ഈ ഇത്തരം പ്രാകൃത കാര്യങ്ങളൊന്നും, ഈ ഇത്തരം വസ്തുതാപരമായിരിക്കുന്ന കാര്യങ്ങളൊന്നും, ഇത്തരം ജനവിരുദ്ധമായിരിക്കുന്ന കാര്യങ്ങളൊന്നും കാണാൻ നമ്മുടെ മാധ്യമങ്ങൾക്ക് കണ്ണില്ല. മറിച്ച് അവര് വാർത്തകൾ സൃഷ്ടിക്കാൻ തിരക്കിലാണ്. അവിടെ തമിഴ്നാട്ടിൽ പ്രശ്നമുണ്ടായി, അങ്ങനെ പിന്നെ കേരളത്തിൽ പ്രശ്നമില്ലാണ്ട് എങ്ങനെയാവുക? അല്ലെങ്കിൽ കർണാടകത്തിൽ പ്രശ്നമുണ്ടായി, ഈ പറയുന്ന അവിടെ തമിഴ്നാട്ടിൽ ശിവകുമാറിന്റെ മന്ത്രിസഭയിൽ മന്ത്രി രാജിവെച്ചു എന്ന് പറഞ്ഞേ അല്ലേ? അവിടെ മന്ത്രി രാജിവെച്ചിട്ടുണ്ട്. തമിഴ്നാട്ടിൽ അണ്ണാമൽ രാജിവെച്ചിട്ടുണ്ട്. എന്നാ പിന്നെ കേരളത്തിൽ സുരേഷ് ഗോപി ഇരിക്കട്ടെ. ഇതിന് അവിടെ ഉണ്ടെങ്കിൽ ഇവിടെ ഉണ്ട് എന്നുള്ള ഒരു സങ്കല്പത്തിന്റെ അടിസ്ഥാനത്തില് ഈ പറയുന്ന മുട്ടകൾ ഒക്കെ നടത്തുന്ന മുട്ടയ്ക്ക് പണി എന്തായിരുന്നു സത്യത്തില്? അയാൾ കോളേജ് അധ്യാപകനല്ലേ? അയാളൊക്കെ പഠിപ്പിച്ചിട്ടാണല്ലോ ഈ കേരളത്തിലെ കോളേജുകളിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തിന്റെ കേരളത്തിലെ സ്ഥാനം എത്രയാണ്? ഈ മുട്ട ഒന്ന് വ്യക്തമാക്കട്ടെ. മുട്ടയൊക്കെ പഠിക്കാൻ തുടങ്ങിയ കാലത്ത് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് കേരളത്തിന്റെ സ്ഥാനം 1-ാം സ്ഥാനമായിരുന്നുവെങ്കിൽ ഇന്ന് കേരളത്തിന്റെ സ്ഥാനം 23-ാമത് സ്ഥാനമാണ്. ഈ പതനത്തിലേക്ക് എത്തിച്ചത് ഈ പറയുന്ന നികൃഷ്ടരായിരിക്കുന്ന, കഴിവുകെട്ട, ഈ പറയുന്ന അധ്യാപക വൃത്തിക്ക് കൊള്ളില്ലാത്ത ചില അധ്യാപകരാണ്. അവസാനം അവർ അധ്യാപക വൃത്തിക്ക് കൊള്ളില്ല എന്ന് ഞാൻ ചാനലിൽ പൊക്കോളാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് ചാനലും നന്നാവില്ല, വിദ്യാർത്ഥികൾ നന്നാവില്ല, ആരും നന്നാവില്ല, നാടും നന്നാവില്ല. ഇങ്ങനെയുള്ള ചില ആളുകൾ സൃഷ്ടിച്ചിടുന്ന ചില കപട വാർത്തകൾ, ഈ കപട വാർത്തകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അവസാനം ഒന്നാണ് സുരേഷ് ഗോപിയുടെ രാജി. ഇവർ സത്യസന്ധമായിട്ട് ആലോചിക്കണ്ടേ? ഈ വസ്തുത രാജി എന്ന് കേട്ടു, ആരെങ്കിലും ഏതെങ്കിലും മന്ദബുദ്ധി ഡൽഹിയിൽ ഇരിക്കുന്നുണ്ടാവും, ഈ പറയുന്ന മരമുറി ചാനലിൻ്റെ, അയാൾ കൊടുത്ത വാർത്തയായിരിക്കും. അങ്ങനെ കൊടുക്കുന്ന വാർത്ത യഥാർത്ഥമായിട്ട് സുരേഷ് ഗോപി വിളിച്ചെന്ന് അന്വേഷിക്കണ്ടേ? അദ്ദേഹത്തോട് ചോദിക്കണ്ടേ? അദ്ദേഹം ഫേസ്ബുക്കിൽ എഴുതുന്നവരേക്കും ഇവർ അത് വച്ചുകൊണ്ടിരിക്കാമോ? അങ്ങനെ സാമാന്യ നീതിയും സാമാന്യ മര്യാദകളും ജേർണലിസത്തിൻ്റെ അടിസ്ഥാന സ്വഭാവങ്ങളും ഭാഷകളും ഒന്നും നിശ്ചയമില്ല വരുന്ന സമയത്ത് മരം മുറിക്കുന്ന പോലെ ചാനൽ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും സത്യസന്ധമായിരിക്കില്ല, വസ്തുതാപരമായിരിക്കില്ല, കളവിൻ്റെ ദൃഷ്ടാന്തമായിരിക്കും. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഒരുപാട് കാപട്യ വാർത്തകൾ കൊടുക്കേണ്ടി വരും. അത് നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്. അങ്ങനെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് ഈ നാട്ടിലെ കേരളത്തിലെ ജനങ്ങളെ വഞ്ചിക്കുന്ന സമീപനം കേരളത്തിൽ മാധ്യമങ്ങൾ എടുക്കരുത്. ഇവരെ മാധ്യമങ്ങൾ എന്ന് വിളിക്കാൻ പാടില്ല. ഇവരെയാണ് പഴയ കാലത്ത് ആരും ചില ആളുകൾ ചില വാക്കുകൾ ഉപയോഗിച്ചിരുന്നു. ആ വാക്ക് ഞാൻ ഉപയോഗിക്കുന്നില്ല. ആ വാക്കുകൾ വാസ്തവത്തിൽ ഈ പറയുന്ന ചാനലിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ഈ പറയുന്ന വാക്ക് അവർക്ക് ചേരുന്നതാണെന്നുള്ളതാണ് ഞാൻ എൻ്റെ ഇതിനെ സംബന്ധിക്കുന്ന നിഗമനിച്ചിരിക്കുന്നതാണ്. തീർച്ചയായും അവരുടെ ആഗ്രഹമായിരിക്കാം സുരേഷ് ഗോപിയുടെ രാജി എന്നുള്ളത്. അതിനെതിരെ അദ്ദേഹം തന്നെ പ്രതികരിച്ചിട്ടുണ്ട്. അദ്ദേഹം അറിയാത്ത വാർത്തയാണ്, വ്യാജ വാർത്തയെന്ന് തന്നെ നമുക്ക് ഈ വാർത്തയെ പറയേണ്ടതുണ്ട്. തീർച്ചയായിട്ടും വ്യാജ വാർത്തയാണ്, വ്യാജ ചാനല്, വ്യാജ വാർത്ത. ഇത് കാപട്യമാണ്, കളവാണ്, മാധ്യമ വിരുദ്ധമാണ്, ആളുകളുടെ അറിയാനുള്ള അവകാശങ്ങൾ നിഷേധിക്കുന്ന പ്രവർത്തനമാണ്. ഈ പറയുന്ന മരമുറി ചാനലിനെതിരായിട്ട് കൃത്യമായിട്ട് നടപടിയെടുക്കേണ്ടത് അനിവാര്യമാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ചാനൽ ഒരുപാട് പേർ കാണുന്നുണ്ട്. കാണുന്നവരോടെല്ലാം നമുക്ക് വലിയ സ്നേഹവുമുണ്ട്. അവരൊക്കെ നമ്മുടെ ചാനലിനെ കുറിച്ച് ഒരുപാട് പേരോട് പറയുന്നുമുണ്ട്. പക്ഷേ ഒരു കാര്യം, നമ്മൾ കാണുന്നവരുടെ എണ്ണം അനുസരിച്ച് ചാനലിൻ്റെ സബ്സ്ക്രിപ്ഷൻ കൂടുന്നില്ല. എന്താ കാര്യം എന്നറിയാമോ? നമ്മൾ കണ്ടിട്ട് അങ്ങ് പെട്ടെന്ന് തിരിച്ചു പോവുക. പക്ഷെ കണ്ടതിന് ശേഷം ഒരു നിമിഷം നിൽക്കുക.
നമ്മുടെ ചാനലിൻ്റെ IND എന്ന് പറയുന്ന ലോഗോ ഇല്ലേ, അവിടെ ഒന്ന് വിരലമർത്തിയാൽ ചാനലിൻ്റെ ഫീഡ് തുറന്നു വരും. അവിടെ സബ്സ്ക്രൈബ് എന്നൊരു നീല നിറത്തിലുള്ള ബാറുണ്ട്, അവിടെ ജസ്റ്റ് ഒന്ന് തൊടുക. തൊട്ടടുത്തൊരു മണിയുടെ ചിത്രമുണ്ട്, ബെല്ലൈക്കൺ, അവിടെയും ഒന്ന് തൊട്ടാൽ നിങ്ങൾക്ക് നമ്മുടെ എല്ലാ വീഡിയോകളും കാണാനുള്ള നോട്ടിഫിക്കേഷൻ കിട്ടും. മാത്രമല്ല ചാനലിൻ്റെ ഒരു സബ്സ്ക്രൈബറായി മാറുകയും ചെയ്യും. അത് ഞങ്ങൾക്ക് വലിയ സഹായമായിരിക്കും. ഉറപ്പായിട്ടും അത് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ചെയ്യണേ.